വളരെ കൃത്യമായി കേരളത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ഇവിടെ സംഘപരിവാരം നടപ്പിൽ വരുത്തി. അതാണ് ഇവിടുത്തെ അവസാനത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. കൃത്യമായ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ഈ കാലയളവിൽ കേരളക്കരയിൽ നടപ്പിലാക്കി. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അൻവർ കേരളത്തിൽ ഈ വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന് സ്വാഭാവികമായി മീഡിയകളുടെ ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടി. പക്ഷെ അൻവർ ആദ്യം പറയുന്നതല്ല, അൻവർ ആദ്യം പറയുന്നതാണ്. പക്ഷെ പ്രശ്നം ആദ്യം പറയുന്നതല്ല. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഉമ്മർ മാഷ് ഉണ്ടല്ലോ ഇവിടെ, ബഹുമാനായ എന്റെ നേതാവ് മുനീർ സാഹിബുണ്ട്. ഞാൻ ഉമ്മർ മാഷ് നിങ്ങളുടെ പ്രതിനിധിയായി നിയമസഭയിൽ ഉണ്ടാകുമ്പോ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ നിശബ്ദമായിരുന്നിട്ടില്ല. ഞങ്ങൾ കാട്ടേണ്ടത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപകടം വരുന്ന വഴിയെ അവരോട് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അൻവർ പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു രാഷ്ട്രീയം വേറെയാണ്. കാരണം അൻവർ മലപ്പുറത്ത് UDF-നെ തകർക്കാൻ CPM എടുത്ത ഒരു രാഷ്ട്രീയ തുരുമ്പ് ചീട്ടാണ്. ആ തുരുമ്പ് ചീട്ട് തന്നെ അവർക്കെതിരെ തിരിയുന്നു. നിവൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ അൻവർ ഇത് പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് തന്നെ. പക്ഷെ അൻവർ പറഞ്ഞിടത്തും ഒരു പ്രശ്നമുണ്ട്. എന്താ അൻവർ പറഞ്ഞത്? കേരളം ഭരിക്കുന്നത് പോലീസാണ്. അപ്പൊ സുജിത് പറഞ്ഞു, അജിത്തിനെ കുറിച്ച് പറഞ്ഞു, പോലീസാണ്. പോലീസിൽ അജിത്തിനെ പോലെയുള്ള ക്രിമിനലുകളുണ്ട്. എന്താണ്, നൊട്ടോറിയസ് ക്രിമിനലുകളുണ്ട്. അപ്പൊ നമ്മൾ കരുതുന്നത് ആഭ്യന്തര വകുപ്പിൽ പോലീസാണ് രാജ്യം ഭരിക്കുന്നത് എന്നാണ്. പിന്നെ കുറെ ആളുകൾ വിചാരിച്ചത് കുറെ ഗുണ്ടകൾ രാജ്യം ഭരിക്കുന്നു CPM-ന്റെ. എന്നാൽ ഇന്നലെ ഹിന്ദുവിന്റെ വിശദീകരണത്തോടെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സാധു പോലീസുകാരല്ല, ഇവിടുത്തെ തെരുവിലെ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന ഗുണ്ടകളുമല്ല, ചെറിയ ചെറിയ അഴിമതികൾ നടത്തി ജീവിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ ഉള്ള ചെറിയ സഖാക്കൾ മാത്രമല്ല. എന്നാൽ ഈ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് PR ഗ്രൂപ്പാണ്. ഒരു വലിയ PR ഗ്രൂപ്പാണ്. ആ PR ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് അമിത്ഷയാണ്. ആ PR ഗ്രൂപ്പിനെ നിയന്ത്രിക്കാൻ അവർക്ക് പേ ചെയ്യുന്നത് പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ PRD ഉണ്ട്. ഗവൺമെന്റിന്റെ പിണറായി വിജയനെ മാർക്കറ്റ് ചെയ്യാൻ ഗവൺമെന്റ് ചെലവിൽ PRD ഉണ്ട്. ആ PRD നിലനിൽക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് റുപ്പിക കൊടുത്ത് ഒരു PR ഗ്രൂപ്പിനെ ഇന്ത്യയിൽ ഈ പിണറായി വിജയനെ സ്ഥാപിക്കാൻ നിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ട കാര്യമല്ലേ? ഇനി ഇതിന്റെ നാൾവഴികളൊന്ന് പരിശോധിച്ചോളൂ നിങ്ങൾ. ഞാൻ പലതവണ പറഞ്ഞു, അതിൽ ഏറ്റവും സുപ്രധാനമായ പോലീസിന്റെ ഇടപെടൽ ഒന്ന് ഏതാണെന്നറിയുമോ? കർണാടക തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായ സമയം. ആ ഇൻസിഡന്റ് എലത്തൂരിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും എന്റെ പ്രസംഗത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, ഇത് കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും സാമാന്യമായി ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രണം ചെയ്ത ഒരു ഏർപ്പാടാണ് ഇവിടെ നടന്നത്, എലത്തൂരിൽ സംഭവിച്ചത്. ആരായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്നത്? ഈ പറയുന്ന ക്രിമിനൽ എന്ന് പറയുന്ന അജിത് കുമാർ തന്നെ, എന്താണ് ADGP തന്നെ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നേതൃത്വത്തിലാണ് എലത്തൂർ കേസിന്റെ ഓരോ വഴികളും നടന്നുപോയത്. നിരപരാധിയായ ആളുകളെ കൊണ്ടുപോയി ഷഹീൻബാഗിൽ നിന്ന് കൊണ്ടുവന്നു. ഷഹീൻബാഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീവ്രവാദ സംഘത്തിന്റെ കേന്ദ്രമാണ് എന്ന ഖ്യാതി ഉണ്ടാക്കി വാക്കുകളിൽ. എന്നിട്ട് അതിലെ മുഹമ്മദ് മോനിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വാപ്പ മുഹമ്മദ് ഷാറൂഖ് എറണാകുളത്തെ ഒരു ലോഡ്ജിൽ വെച്ച് കൊല്ലപ്പെട്ടു പോയി. നിങ്ങളും ഞാനും അറിഞ്ഞോ? വലിയ വാർത്തയായോ? നിസ്സാരമായി ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ ആ കേസ് ഫയൽ ക്ലോസ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് അന്ന് തന്റെ മകനെ പോലീസ് പിടിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് വാപ്പ മുഹമ്മദ് ഷാറൂഖ് വരിക, എന്നിട്ട് മകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ നിൽക്കുക. ആ മനുഷ്യൻ പോയി എറണാകുളത്തെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്യുക. കുടുംബക്കാരൊക്കെ പറഞ്ഞു ഒരു സാധ്യതയുമില്ല. പക്ഷേ അയാളെ കൊലപ്പെടുത്തിയതാണ് എന്ന വാർത്തകൾ ആ സമയത്ത് അതിന് സമാനമായ വാർത്ത വന്നു. പക്ഷേ മുക്കിക്കളഞ്ഞു. ഇവിടെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എലത്തൂർ കേസായിരുന്നു. പക്ഷെ അത് ചെയ്തത് കർണാടകക്ക് വേണ്ടിയായിരുന്നു. എന്താ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ? നമുക്കറിയാം, ഗോത്ര അടക്കമുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഈ RSS സംഘപരിവാരം കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ്. അതിന് സമാനമായ വിധത്തിലാണ് എലത്തൂർ കേസിനെ ഇവർ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചു. 82% ഹിന്ദു സഹോദരന്മാർ പാർക്കുന്ന കർണാടക RSS സംഘപരിവാരത്തെ തൂത്തെറിഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ കർണാടകയിൽ ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ അജിത്ത് ക്ലോസ് ചെയ്ത ഫയൽ നിങ്ങൾക്കറിയുമോ? ഈ പറയുന്ന ഒറ്റ മനുഷ്യൻ
നടത്തിയ തീവ്രവാദമാണത്രേ ഏത് എലത്തൂരിലെ ട്രെയിനിന് തീവക്കൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ, ഒരൊറ്റ വ്യക്തി, അയാളാണത്ര എലത്തൂരിലെ ട്രെയിനിന് തീയിട്ടത്. 3 പേർ മരിച്ചത്, 10 പേർക്ക് പൊള്ളലേറ്റത്. എന്നോട് ഒരു സുപ്രധാനമായ മലയാളത്തിലെ പത്രത്തിന്റെ ലേഖകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ പറയുന്ന പ്രതി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു. അവിടെ ആ വീഡിയോ ദൃശ്യത്തിൽ ഇയാൾക്ക് പൊള്ളലേറ്റിട്ടില്ല. എന്നാൽ ആ വീഡിയോ ദൃശ്യം ഇവർ ഭയപ്പെടുത്തി മായ്ച്ചു കളഞ്ഞു. എന്നിട്ടാണ് ഇയാളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നത് പ്രതിയുടെ വാദമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു പ്രതിയെ ഉണ്ടാക്കി. ആ പ്രതിയുടെ പേര് മുസ്ലിമായി. കൂടെ കുറെ മുസ്ലിങ്ങളെ ഷെയ്ൻബാഗിൽ നിന്ന് കൊണ്ടുവന്നു. നിരന്തരമായ പീഡനം, കേസ്, വർത്തമാനം. ബാംഗ്ലൂർ തെരഞ്ഞെടുപ്പ്, കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ കേസും കഴിഞ്ഞു. ആദ്യത്തെ ഈ പറയുന്ന അജിത്തിന്റെ അജണ്ട, അല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ അജണ്ട അതായിരുന്നു. രണ്ടാമത് പിന്നീട് തുടങ്ങി. നമുക്കറിയാം തൃശൂർ തെരഞ്ഞെടുപ്പ്. എനിക്കൊരു പ്രയാസമില്ല, ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ചു പറയാൻ കഴിയും. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, തൃശൂരിൽ കൂട്ടുകെട്ട് നടക്കുന്നു. അത് അൻവർ അപ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അൻവർ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രസംഗിക്കുകയായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുകയായിരുന്നല്ലോ പ്രിയപ്പെട്ട അൻവർ. ആ സമയത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, ഇതാ തൃശൂർ അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ പോവാൻ. അന്ന് ചോദിച്ച ചോദ്യം ഇതാണ്, വീണ വേണോ ഗോപി വേണോ? വീണ വേണോ, സുരേഷ് ഗോപി വേണോ, അല്ലെങ്കിൽ വീണനെ വേണോ എന്നാണ്. മുഖ്യമന്ത്രിക്ക് വീണയെയാണ് വേണ്ടതെങ്കിൽ ഗോപിയെ ജയിപ്പിക്കണം. ഇനി ഗോപിയെ ആണോ വേണ്ടത്, എന്നാൽ വീണ ജയിലിലേക്ക് പോകണം. 2 ഓപ്ഷനേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിന് മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കാൻ അതിന്റെ ഇത്തിരി ദിവസങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ മീഡിയകൾ മാത്രം നിങ്ങൾ ഡേറ്റ് വെച്ചാൽ കിട്ടുമല്ലോ. നിങ്ങൾ പരിശോധിക്ക്, അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ എന്തൊക്കെ വർത്തമാനങ്ങളായിരുന്നു. ED വരുന്നു, CBI വരുന്നു, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു അന്വേഷണ ഏജൻസി SFIO വരുന്നു. ബഹളമയമാണ്, വലിയ പ്രശ്നങ്ങളാണ്. ഇതാ മുഖ്യമന്ത്രിയുടെ മകൾ നാളെ അറസ്റ്റിലായെന്ന് കേൾക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വിളിക്കും, അറസ്റ്റ് ചെയ്യുമെന്നാണല്ലോ വർത്തമാനം. അപ്പൊ നമ്മൾ തന്നെ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ പിടിച്ചില്ല എന്നുള്ള കോലത്തിൽ ED ഒരു ഭാഗത്ത്, CBI ഒരു ഭാഗത്ത്, SFIO ഒരു ഭാഗത്ത്. വീണ കെണിയിലാകും എന്ന നിലക്ക് ഇങ്ങനെ നിൽക്കുകയാണ് തൃശൂർ തെരഞ്ഞെടുപ്പ്.